കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷ് നീതുവിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ആകെ വഴക്കും ബഹളവും ആവുകയാ. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് കയറി വരുന്നത്. സുധീഷ് അഖിലിനെ അടിക്കാനായി ചെല്ലുമ്പോഴേക്കും സുധീഷേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അത് വിട്, ഇവൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ? കൊല്ലുമെന്നാണോ? കൊല്ലുമെങ്കിൽ കൊല്ല്, അതൊന്നും കാണട്ടേടാ എന്ന് സുധീഷും. നിന്റെ അനിയൻ എന്റെ അനിയത്തിയെ ചതിച്ച് ഗർഭിണിയാക്കി, അതും കണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമല്ലേ? അങ്ങനെ ചെയ്താൽ ഇവളെ ഞങ്ങൾ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ചോടാ എന്നകിൽ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സീത ഹരീഷിന്റെ കോളർ നെട്ടുപിടിച്ച് എന്റെ മോളുടെ ജീവിതം കൂട്ടിച്ചോറാക്കിയല്ലേടാ മഹാപാപി എന്ന് ചോദിക്കുന്നുണ്ട്. നീതുവും സുധീഷും ചെന്ന് സീതയെ പിടിച്ചു മാറ്റുക. സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് എന്തുണ്ടായാലും സംസാരിച്ചു തീർക്കാം, അതിന് വെറുതെ ഇങ്ങനെ അടിയും പിടിയും ബഹളവും വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അത് കേൾക്കെ സീതയും സുധീഷിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട്, എന്ത് സംസാരിക്കാമെന്നാടാ? സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാണോ ഇവൻ ഈ ചെയ്തു വെച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് സീതയുടെ പിടിവിടിക്കുക. കല്യാണം കഴിയാത്ത കുട്ടിയാ അവള്. ഇപ്പൊ പറയുന്നു 2 മാസം വയറ്റിലുണ്ടെന്ന്. അവളുടെ വയസ്സ് എന്താണെന്ന് അറിയോ നിനക്ക്? 21 തികഞ്ഞിട്ടില്ല അവൾക്ക്. പുസ്തകവും പിടിച്ച് കോളേജിൽ പോകേണ്ട പ്രായത്തില് എന്റെ കുട്ടി ഒരു കുഞ്ഞിനെയും ചുമന്നോട്ട് നടക്കണോ? പെറ്റ് വയറിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോടാ ഇതൊക്കെ? എന്നിട്ട് ന്യായം പറയാൻ നിൽക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ ഗുണവതാരം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് ഇവളോട് സംസാരിക്കരുതെന്ന് ഞാൻ ഈ വൃത്തികെട്ടവനോട് പറഞ്ഞത്. അതുകൾക്ക് സുധീഷും, അത് ശരി, അവനാണോ നിങ്ങളോട് മോളോട് സംസാരിച്ചത്? ആദ്യം സംസാരിച്ചത് അവളല്ലേ? തെറ്റ് 2 പേരുടെ കയ്യിലുണ്ട് എന്ന് വെച്ച് ഒരു കൂട്ടരെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് സീതയും നീതുവിനോടായി, കേട്ടില്ലേടി, കേട്ടില്ലേ? നീ സംസാരിച്ചോണ്ടാ ഇതൊക്കെ ഉണ്ടായെന്ന്. മതിയായില്ലടി നിനക്ക്? നിന്നോട് എത്ര തവണ ഇത് നിർത്താൻ പറഞ്ഞിട്ടുള്ളതാ? കുടുംബത്തിന് നാണം കെടുത്തിയപ്പോ മതിയായില്ലടി നിനക്ക് എന്ന് ചോദിച്ച് സീത അവളെ അടിക്കാനായി തുടങ്ങുകയാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും എന്ന് ഹരീഷ് ഒച്ചവയ്ക്ക് സീത അടി നിർത്തുകയാണ്. ഹരീഷ് നീതുവിനോടായി, നീതു, ഇനി നീയാ പറയേണ്ടത്. 2 ദിവസമായി ഇത് കേട്ടുകേട്ടെന്റെ തല പെരുക്കുക. നീ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്നാ പറയണേ എന്ന് ചോദിക്കേ. ചന്ദ്രനും, എന്റെ മോളെ വശീകരിച്ച് ചതിച്ചിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്നോടാ? സീതയും നീതുവിനോടായി, ഇപ്പൊ കേട്ടില്ലേടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇവനൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന്. എരണം കെട്ടവളെ, നീ മുടിഞ്ഞു പോകത്തേയുള്ളൂ എന്നവരും ശപിക്കുകയാ. ഇനി ഈ വൃത്തികെട്ടവൻ ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പോവില്ലെന്ന് പറഞ്ഞ് അഖിൽ ഹരീഷിന് നേരെ ചെല്ലുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ചു വെക്കുകയാണ്. അത് കണ്ട് നീതുവും, ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് വിളിച്ചു പറയേ എല്ലാവരും ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. വിശ്വസിക്കാനാവാതെ സീതയും, എന്താ നീ എന്താ ഇപ്പൊ പറഞ്ഞേ എന്ന് ചോദിക്കേ. എന്താ, ഞാൻ സത്യം പറഞ്ഞപ്പോ ഇപ്പൊ തെറ്റായോ? ഇനിയിപ്പോ പ്രഗ്നന്റ് ആണെന്ന് വീണ്ടും നുണ പറയണോ എന്ന് ചോദിക്കേ. കണ്ണു തള്ളി വിശ്വസിക്കാനാവാതെ നിൽപ്പാ സീതയും. ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കാൻ നീ അല്ലേടി വെല്ലുവിളിച്ചേ എന്ന് അഖിലും ചോദിക്കുക. എന്നിട്ട് നീ അത് ചെയ്തോ? ഇല്ലല്ലോ. ചെയ്തിരുന്നെങ്കിലേ അപ്പോഴേ അറിയായിരുന്നു ഞാൻ നുണ പറയാണെന്ന് എന്ന് നീതു പറഞ്ഞു നിർത്തുമ്പോഴേക്കും, പിന്നെ എന്തിനാടി നുണ പറഞ്ഞേ എന്ന് ചോദിച്ച അമ്മ അവളെ അടിക്കാൻ തുടങ്ങുകയാണ്. അത് കണ്ട് ഹരീഷും, ഒന്ന് നിർത്തുണ്ടോ? അവൾ എന്തു പറഞ്ഞാലും ഈ അടിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട എന്ന് പറയുമ്പോഴേക്കും അഖിൽ വീണ്ടും ഹരീഷിന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടഞ്ഞ്, എന്താടാ, അവള് സത്യം പറഞ്ഞല്ലോ, പിന്നെ നീ ഇത്തിരി ഒന്ന് കുറയ്ക്ക്, ഓവറാക്കാൻ നിക്കല്ലേ കേട്ടോ എന്നവൻ പറയുന്നുണ്ട്. ഹരീഷും നീതുവിനോടായി, നീതു, നീ എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞേ എന്നവൻ ചോദിക്കേ. നിങ്ങളെല്ലാരും കൂടി മാടായിപ്പാറ പോയപ്പോ ഇവിടെ എന്താ ഉണ്ടായിന്നറിയോ? ഇവരെല്ലാരും കൂടി ഈ നിക്കണ എന്റെ കോങ്ങളില്ലേ, അവന്റെ കൂട്ടുകാരനെ കൊണ്ട് എന്നെ ബലമായി കെട്ടിക്കാൻ നോക്കി. അമ്പലത്തിലേക്ക് എന്ന് കള്ളം പറഞ്ഞ് നാടകം കളിച്ച് എന്നെ മണ്ഡപം വരെ എത്തിച്ചു. ആ കോന്തനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഹരീഷിനെ ഞാൻ വിവാഹം കഴിക്കുമെന്ന്. അപ്പൊ ആ നാറി പറയാ, അത് സാറില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. എല്ലാരും കൂടി എന്നെ പെടുത്തിക്കളയുമെന്ന് തോന്നിയപ്പോ എനിക്ക് ഈ വഴിയെ തോന്നിയുള്ളൂ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് നീത് പറയുന്നതിൽക്ക് അഖിലും ദേഷ്യത്തോടെ, നുണ പറയായിരുന്നല്ലേടി എന്ന് ചോദിച്ച് അവളുടെ നേരെ ചെല്ലുമ്പോഴേക്കും അഖിൽ വിരൽ ചൂണ്ടി അവനെ തടഞ്ഞ്, അവള് സംസാരിക്കല്ലേടാ, അത് നടക്കട്ടെ, ഇനി നീ ഒരു തവണ കൂടി അവളുടെ ദേഹത്ത് കൈവച്ചാ നീ വിവരം അറിയും, മാറിപ്പോടാ എന്ന് ഉച്ചവെക്കുക. സുധീഷും അഖിലിനോടായി, അതെ, ഇനി ഈ വിഷയത്തിൽ നിന്റെ ഇടപെടലിന്റെ ആവശ്യമില്ല, മാറി ഇവിടെ നിന്നേ, ദേ നിന്റെ അച്ഛൻ നിൽക്കുന്ന കണ്ടില്ലേ, അതുപോലെ അവിടെ നിന്നോ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഹരീഷും നീതുവിനോടായി, നീ പറ. നീതു വീണ്ടും പറയുക, ആ സമയത്ത് എനിക്ക് നിന്നെ അറിയിക്കാൻ പറ്റിയില്ല ഹരീഷേ, നീ വാങ്ങിച്ചു തന്ന ഫോൺ ദേ ഇവര് മാറ്റിവെച്ചു, ആ സമയത്ത് അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയുള്ളൂ, സോറി എന്നവൾ പറഞ്ഞു നിർത്തിയ അമ്മയും, എടി മഹാബാബി, ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ കാര്യത്തിൽ നുണ പറയോ എന്ന് ചോദിക്കേ. നീതുവും, പറയാതിരുന്നെങ്കിലേ നിങ്ങളുടെ പുന്നാര മകന്റെ കൂട്ടുകാരൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയനെ എന്ന് അവളും പറയുന്നുണ്ട്. അതിനിങ്ങനെ നുണ പറയല്ലേ വേണ്ടത് എന്ന് സീത പറയും. അല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്റെ ജീവിതം നിസ്സാരമായിരിക്കും, എനിക്ക് പക്ഷെ അങ്ങനെയല്ല, ഹരീഷ് അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തെ എന്നവൾ പറയുന്നുണ്ട്. ഇവരോട് നുണ പറഞ്ഞതൊക്കെ എന്നോട് എന്തിനാണ് ഈ നുണ പറഞ്ഞെന്ന് ഹരീഷൻ ചോദിക്കുക. അത് ഞാൻ വെറുതെ വട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ എന്നവൾ പറയുന്നതിൽക്ക് സുധീഷ് ചിരിയടക്കാൻ പാടുപെട്ട് നിൽക്കുക. ഇപ്പൊ എല്ലാവരും ഓക്കെ ആയല്ലോ, ഹരീഷ് വരുന്നവരെ ഈ നുണ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വന്നു, സത്യം പറഞ്ഞു, ഇനി എന്റെ കല്യാണം എന്നും പറഞ്ഞ് എന്തെങ്കിലും പണിയായിട്ട് വന്നാ അത് ഹരീഷ് നോക്കിക്കോളും, അല്ലേ ഹരീഷേ? വാ, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോവാൻ നേരം അമ്മ ഓടിച്ചെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് വാടി ഇങ്ങോട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവളമ്മയുടെ കൈ തട്ടി മാറ്റി.
വീണ്ടും ഹരീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വായെന്ന് വിളിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സുധീഷും ചിരിയോടെ എല്ലാവരോടുമായി. അപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 3 പേരും നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരുന്നോണം. അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞവൻ ചിരിയോടെ ഇറങ്ങി പോവുകയാണ്. അവൻ ഹരീഷിന്റെയും നിധുവിന്റെയും അടുത്തേക്ക് ചെന്ന് എടാ എന്തൊക്കെയാടാ ഇതെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ സുധീഷ് ചേട്ടാ, ഇവള് പറയുന്നതിലൊന്നും കാര്യമുണ്ടായിരുന്നില്ലെന്ന് എന്ന് ഹരീഷും പറയുക. ശരി ശരി, നീ സംസാരിച്ചിട്ട് വാ, ഞാൻ അപ്പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ നേരം താങ്ക് യു സുധീഷ് ചേട്ടാ എന്ന് നിധു പറയുന്നുണ്ട്. ഓ ശരി ശരി എന്ന് പറഞ്ഞ് സുധീഷ് അപ്പുറത്തേക്ക് മാറി നിൽക്കുക. ശരിക്കും പേടിച്ചോ ഹരീഷേ എന്ന് നിധു ചോദിക്കെ. പേടിച്ചോന്നോ? 2 ദിവസമായിട്ട് എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. നിന്റെ അമ്മ സുഭാഷ് ചേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞതിനു ശേഷം ഞാൻ ശരിക്കും എയറിലായിരുന്നു എന്നവൻ പറയേ. നിധുവും പറയുന്നുണ്ട് സോറി, ഞാൻ പറഞ്ഞില്ലേ രക്ഷപ്പെടാൻ അങ്ങനെ പറയാനാ തോന്നിയത്, പ്ലീസ് എന്നവളും. പക്ഷെ എന്നോടെങ്കിലും ഒന്ന് സത്യം പറയായിരുന്നു എന്ന് ഹരീഷ് പറയേ. അത് പിന്നെ അപ്പോ നിന്നെ എനിക്ക് കളിപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ. പക്ഷെ എന്റെ പൊട്ട ഹരീഷേ, നീ എന്തിനാ അത് കേട്ട് പേടിക്കാൻ പോയേ? നിനക്കറിഞ്ഞൂടെ സത്യമെന്ന് നീതുവും? എനിക്കറിയാം, പക്ഷേ വീട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ എന്നവൻ പറയുന്നതുകൾക്ക്. എന്താടാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിന്നെ ചതിക്കുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഏയ് അതല്ലടി എന്ന് ഹരീഷ്. പിന്നെന്താ എന്നവൾ ചോദിക്കേ. അല്ല ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനും പേടിയും ഒക്കെ തോന്നി. ഓ ഇനി അഥവാ ബിരിയാണി കിട്ടിയാലെന്നുള്ള ടെൻഷൻ അല്ലേ എന്നവൾ ചോദിക്കേ. ഹരീഷും പൊട്ടിച്ചിരിക്കുക. നീതു ഹരീഷിനെ ഒന്ന് നോക്കി അപ്പുറത്ത് മാറി നിന്ന് മൊബൈലിൽ നോക്കി നിൽക്കുന്ന സുധീഷിനെയും ഒന്ന് നോക്കി വീട്ടിലേക്കും ഒന്ന് നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പെട്ടെന്ന് ഹരീഷിനെ കെട്ടിപ്പിടിക്കുക. വെപ്രാളത്തോടെ ഹരീഷും എടി ആരെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് മൊബൈലിൽ നിന്ന് തല ഉയർത്തി ആ കാഴ്ച കാണുന്ന സുധീഷും അമ്പരപ്പോടെ ഒരു ചിരിയുടെ ഈശ്വര ഈ പിള്ളേര്, അല്ലെങ്കിൽ വേണ്ട കണ്ടിന്യൂ എന്ന് പറഞ്ഞ അവിടെ തന്നെ നിൽപ്പാ. ഹരീഷ് നിധുവിന്റെ പിടിപിടിച്ച് നമുക്കേ നാളെ കാണാം, നീ ചെല്ല് എടി പോ എന്ന് പറഞ്ഞ അവളെ പറഞ്ഞു വിടുകയാണ്. ഹരീഷിനെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി ഒരു ചിരിയോടെ അവൾ അകത്തേക്ക് കയറി പോവുകയാണ്. ഹരീഷ് അവൾ പോകുന്നത് നോക്കി നിൽക്കുന്നത് കണ്ട് സുധീഷും എടാ എടാ ദേ ആ മൂച്ചിന് പിന്നാലെ പോണ്ട, തിരിച്ച് വീട്ടിലേക്ക് പോവാനുള്ളതാ, വരാൻ നോക്കിയേ വാ എന്ന് വിളിക്കേ. ഹരീഷ് തന്റെ ബൈക്കും എടുത്തു പോവുകയാണ്. ഹരീഷ് നീതുവിന്റെ വീട്ടിലേക്ക് പോയതോർത്ത് അസ്വസ്ഥതയോടെ മുറ്റത്ത് നടക്കുകയാണ് സുഭാഷ് ചേട്ടൻ. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് എന്താ സുഭാഷ് ചേട്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. നീതുവിന്റെ വീട്ടിലേക്ക് പോയ ഹരീഷ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്താ കുഴപ്പമുണ്ടായതെന്ന് അറിയില്ലല്ലോ. ഫോണിലൂടെ അവരെങ്ങനെയാ സംസാരിച്ചതെന്ന് മോളും കേട്ടതല്ലേ. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ എന്നവൻ ടെൻഷനോടെ പറയേ. ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല സുഭാഷ് ചേട്ടാ എന്നവളും ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലേ എന്നവൻ വീട്ടും ചോദിക്കേ. അവൻ പോയതാ ശരി സുഭാഷ് ചേട്ടാ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോ അവൻ നേരിട്ട് ചെല്ലാതെ മാറി നിൽക്കുന്നതാ തെറ്റ്. ഈ പ്രശ്നം ഹരീഷ് തന്നെ ഹാൻഡിൽ ചെയ്യണം. നീതുവിനെ വിവാഹം കഴിച്ചോളാന്ന് ഹരീഷ് തന്നെ അവരെ കൺവിൻസ് ചെയ്യണം എന്നവൾ പറയേ. അവര് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുക. ഉറപ്പായിട്ടും അവര് സമ്മതിക്കും. ആദ്യം കുറച്ച് ചീത്തയും വഴക്കും ബഹളവും ഒക്കെ കാണും, എന്നാലും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന വിഷയമല്ലേ, സമ്മതിക്കാതിരിക്കില്ലെന്ന് നിധിയും. അതെ എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നികേഷും മുറ്റത്തോട്ട് ഇറങ്ങി വരികയാണ്. അവനെ കണ്ട് സുഭാഷും നീ അകത്തേക്ക് പോ നികേഷേ, ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാന്ന് പറയുന്നുണ്ട്. എന്റെ പ്രായത്തിൽ കേൾക്കാൻ പറ്റാത്തത്ര സീരിയസ്നെസ് ഒന്നും ഹരീഷേട്ടന്റെ കാര്യത്തിൽ ഇല്ല സുഭാഷ് ചേട്ടാ. ഹരീഷേട്ടൻ കാരണം നീ ഇത് പ്രഗ്നന്റ് ആയി, അത് ഒളിച്ചിട്ട് എന്താ കാര്യം? കുറച്ചു നാൾ കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ അറിയും. അതിനു മുമ്പ് അവരുടെ കല്യാണത്തെ പറ്റി ആലോചിക്കണം, അതല്ലേ ഇവിടെ ചർച്ച. എന്റെ അഭിപ്രായത്തിലും അതുതന്നെയാ വേണ്ടത് എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുധീഷും ഹരീഷും അങ്ങോട്ടെത്തുകയാണ്. സാറി നിറങ്ങിയ സുധീഷ് ഹരീഷിനെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും എന്താടോ ഈ കളിയാക്കി ചിരിക്കുന്നേ? അടങ്ങി നിൽക്കുന്ന ഹരീഷും പറയുന്നു. അതെ വീടെത്തി, ഇനി ഇവിടെ അത് അറിയിക്കണമെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. വാ എന്ന് ഹരീഷിനെ വിളിച്ചവനൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. സുധീഷ് ചിരിച്ചുകൊണ്ട് നിൽക്കണ കണ്ട് നിർത്തുന്നുണ്ടോ എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുഭാഷും എന്താടാ ചിരിച്ചോണ്ട് വരുന്നേ എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ല ഹരീഷേ പറയട്ടെ എന്നവൻ ചിരിയോടെ ചോദിക്കുന്നു. ഒന്ന് മിണ്ടാണ്ടിരിക്കെ സുധീഷ് ചേട്ടാ എന്ന് ടെൻഷനോടെ ഹരീഷും. നിങ്ങൾ ചിരിക്കാണ്ട് കാര്യം പറ, നിങ്ങൾ പോയിട്ട് എന്തായി എന്ന് നിധി ചോദിക്കുന്നു. പോകുമ്പോ രണ്ടുപേരും പേടിച്ചിട്ടാണല്ലോ പോയത്, എന്താ ഇപ്പൊ ഇങ്ങനെ ചിരിക്കാൻ എന്ന് നികേഷും ചോദിക്കുക. സുധീഷ് വീണ്ടും ചിരിക്കണ കണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഹരീഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ചു നിർത്തി. ഇവിടെ നിക്ക്, നീയേ പോയ കാര്യം പറഞ്ഞിട്ട് പോയാ മതി, പറ എന്ന് പറഞ്ഞ് സുഭാഷ് ചേട്ടനോടായി. സുഭാഷ് ചേട്ടാ ഞങ്ങളെ ഇപ്പൊ നീതുവിന്റെ വീട്ടിൽ നിന്നാ വരുന്നത് എന്ന് പറയേ. നീയും പോയിരുന്നോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ ഇവൻ ഒറ്റയ്ക്ക് പോയാ കുഴപ്പമുണ്ടാവെന്ന് കരുതി ഞാനും പോയതാ. ഏത് സുധീഷ് പറയേ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുക. കുഴപ്പം എന്തെങ്കിലും ഉണ്ടായാ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് വരൂ സുഭാഷ് ചേട്ടാ എന്ന് ചോദിച്ച് സുധീഷ് ചിരിക്കെ. അപ്പോ അവര് കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുക. സുധീഷ് വീണ്ടും ചിരിയടക്കാൻ കഴിയാതെ നിൽക്കേ. അത് അവര് എന്ന് പരങ്ങളോടെ പറഞ്ഞു നിൽപ്പ ഹരീഷും. കാര്യം പറഞ്ഞിട്ട് ചിരിക്ക് സുധീഷെ, മനുഷ്യനെ വെറുതെ വട്ടുപിടിപ്പിക്കല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷും ചിരിയോടെ ഹരീഷെ പറയടാ, ചോദിക്കുന്ന കേട്ടില്ലേ പറ എന്ന് പറയേ. ഹരീഷും
അത് അവള് പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് പറയുന്നവർക്ക് എന്ത് മനസ്സിലായില്ല എന്ന് സുഭാഷ് ഏട്ടൻ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാ സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് ചോദിക്കുകയെ സുധീഷും ചിരിയടക്കി. സുഭാഷ് ഏട്ടാ ഞാൻ പറയാം, നമ്മൾ തറവാട്ടമ്പലത്തിൽ പോയില്ലേ, ആ സമയത്ത് അവളുടെ വീട്ടുകാരെല്ലാവരും കൂടി അവളെ ഒരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ കള്ളഗർഭം. ഈ പൊട്ടനെ കളിപ്പിക്കാൻ വേണ്ടിട്ടേ അതവൾ ഇവനോട് പറഞ്ഞു. അപ്പൊ മുതൽ ഇവനും ആകെ ടെൻഷൻ എന്ന് സുധീഷ് പറഞ്ഞു നിർത്തെ. അപ്പൊ നിനക്കറിയില്ല സത്യം, അതങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് സുഭാഷ് ഏട്ടനും. അതാണ് തമാശ. ഏതൊരു സിനിമയില് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാരെയും പറ്റിച്ച ശേഷവും ഇനിയിപ്പോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോന്നും പറഞ്ഞു പോകുന്ന സലീം കുമാറിന്റെ ക്യാരക്ടർ ഇല്ലേ, അതുപോലെയായിരുന്നു ഇവൻ. അവള് വിളിച്ച് ഇവനോട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ അതെങ്ങനെയാന്ന് ഇവൻ അവളോട് ചോദിക്കാന്നേ. നിനക്കെന്നെ വിശ്വാസമില്ലേ ഹരീഷ് എന്ന് ചോദിച്ച് അവള് ചുമ്മാ ഒരു നാടകം അങ്ങ് ഇറക്കി. ഇവൻ ആകെ ടെൻഷനായ നേരം. ഇവൻ പ്രേമിച്ചത് കൊണ്ടെങ്ങാനുമാണോ അവള് പ്രഗ്നന്റ് ആയതെന്ന് ഇവൻ ആകെ ടെൻഷൻ. നീതു സ്ട്രോങ് ആയി പറഞ്ഞപ്പോ ഇവന്റെ അവസ്ഥ അതായിരുന്നു. ഞാനാണ് കാരണമെന്ന് പറയാനും വയ്യ, അല്ലെന്ന് പറഞ്ഞ അവളെ വിശ്വസിപ്പിക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ. വീട്ടിൽ വന്നു കയറിയ ഉടനെ തന്നെ നീതുവിനെ കാണാൻ പോയതിന്റെ കാര്യം അതാ. എനിക്കറിഞ്ഞൂടെ ഇവനെ, അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റെ പിന്നാലെ വെച്ച് വിട്ടത്. എന്നാലും അവള് പ്രഗ്നന്റ് അല്ലാന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഒരു റിയാക്ഷൻ കാണുമായിരുന്നു. എന്റെ അമ്മോ, ശരിക്കും പറഞ്ഞാലേ പ്രസവം കഴിഞ്ഞ വയറൊഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെയായിരുന്നു നമ്മുടെ ഹരീഷിന്റെ മുഖം അപ്പോ എന്ന് സുധീഷ് കളിയാക്കുന്നവർക്ക് ഒന്നും മിണ്ടാതിരിക്കടോ, ഞാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും പോവാൻ തുടങ്ങും നേരം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഹരീഷിനെ പിടിച്ചു നിർത്തി. എന്തായാലും അവള് മിടുക്കിയാടാ. ഹരീഷ് അവിടെ ചെല്ലുന്നതുവരെ അവളുടെ വീട്ടുകാരും അത് അങ്ങനെ തന്നെയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അവളുടെ വീട്ടുകാരോട് നുണ പറഞ്ഞത് മനസ്സിലാവും. നിന്നോട് എന്തിനാ പറഞ്ഞെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കാൻ, അല്ലാണ്ട് എന്തിന് എന്ന് പറഞ്ഞ് ഹരീഷ് ചിരിയോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ നീതുവിന്റെ വീട്ടിൽ അച്ഛനും ചേട്ടനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നീതുവും അങ്ങോട്ട് വന്ന് ഒരു പ്ലേറ്റിൽ ഫുഡ് എടുത്ത് കഴിക്കാനായി തുടങ്ങുക. അപ്പോഴാണ് അഖിൽ, നോക്ക് നീതു, നീ പറഞ്ഞത് നുണയാണെന്ന് ഞാൻ പ്രേമിനോട് പറയാം. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നിനക്ക് ഈ ബന്ധം ശരിയാവില്ല. അവനെ വിവാഹം ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ നോക്കെന്ന് പറയുന്നത്. അത് കേട്ട് നീതുവും, അല്ല നിങ്ങളൊക്കെ മരക്കഴുതകളാണോ? ഒരെണ്ണത്തിന്റെയും തലയ്ക്കകത്ത് അല്പം പോലും വിവരമില്ലല്ലോ. ഇങ്ങനൊരു നുണ പറഞ്ഞ് ഈ ഒരു കല്യാണം നിർത്തിയെങ്കിലേ ഇനി ഞാൻ അവനെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുക. അത് കേൾക്കെ അച്ഛനും, നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടോ ഒരു പയ്യൻ നിന്നെ കെട്ടിക്കോളാമെന്ന് പറയുമ്പോ അത് വലിയ കാര്യല്ലേ മോളെ എന്ന് അച്ഛനും ചോദിക്കുക. ഈ എല്ലാം അറിഞ്ഞെന്ന് വെച്ചാ എന്താ അച്ഛാ? ഞാൻ എന്താ ആരെങ്കിലും കൊന്ന് ജയിലിൽ പോയി വന്ന് നിൽക്കുന്നവളാണോ, അതോ അനാശ്വാസത്തിന് പോലീസ് പിടിച്ചയാളാണോ? അല്ലല്ലോ. ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ടു, അയാളെ തന്നെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചു. അതൊരു കുറ്റാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അമ്മയും, നീ എന്തിനാടി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കേ. നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവളും ചോദിക്കുന്നുണ്ട്. ആ കുടുംബത്തിലേക്ക് നിന്നെ കെട്ടിച്ചയക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല എന്നമ്മ തീർത്തു പറയേ. ഞാനും കല്യാണം കഴിഞ്ഞ് ആ കുടുംബത്തിലേക്ക് തന്നെ പോകുള്ളൂ എന്ന് നീതുവും പറയുന്നുണ്ട്. എങ്കിലേ ഞങ്ങളെ 3 പേരെയും നീ അങ്ങ് മറന്നേക്ക് എന്നമ്മ പറയേ. ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നവളും പറയുന്നുണ്ട്. അഖിൽ വീണ്ടും, നീതു എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും നീ എന്റെ അനിയത്തിയാ. ആ സ്നേഹം കൊണ്ട് പറയുകയാ, ആ വീട്ടിൽ പോയി താമസിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. 5 ആണുങ്ങൾ അവിടെ. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കഥകും ചാരി അകത്ത് പോയിരിക്കുന്നത് പോലെ അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നാട്ടുകാർക്ക് ആർക്കെങ്കിലും അവരോടൊരു മതിപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഹരീഷ് 10ാം ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പണിക്ക് പോയവനാ. നിന്നെ പോലെ പഠിച്ചൊരു കുട്ടിക്ക് ചേരുന്നവനാണോ അവൻ? ശരി, വർക്ക്ഷോപ്പ് എങ്കിൽ വർക്ക്ഷോപ്പ്. അത് പക്ഷെ അവന്റെ സ്വന്തമൊന്നും അല്ലല്ലോ, വെറും പണിക്കാരനല്ലേ അവൻ. എല്ലാം നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ പറ, ഇങ്ങനൊരു ബന്ധം നിനക്ക് വേണോ എന്നവൻ ചോദിച്ചു നിർത്തേ. അച്ഛനും പറയുന്നുണ്ട്, ആ വീട് അവരുടെ സ്വന്തമല്ല മോളെ. അതിന്റെ പേരില് ഹരീഷിന്റെ വല്യച്ഛൻ കേസ് കൊടുത്തിരിക്കുക. നാളെ കേസ് അവർക്ക് വിധിയായാൽ എല്ലാവരും കൂടി നടുറോട്ടിൽ ഇറങ്ങി നിൽക്കണം. അറിയോ നിനക്കെന്ന് ചോദിക്കേ. നീതുവും പറയുന്നുണ്ട്, ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ ഹരീഷിനെ സ്നേഹിച്ചതെന്ന് അച്ഛന് തോന്നുന്നുണ്ട്. എനിക്ക് എല്ലാം അറിയാം അച്ഛന്ന് നീതുവും. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. നീ ഉടനെ മറുപടി പറയണമെന്നൊന്നുമില്ല. കുറച്ച് നന്നായിട്ട് ആലോചിക്കും. ആ പ്രേമിനാണെങ്കിൽ സ്വന്തമായിട്ട് വീട്, പ്രൈവറ്റ് ബാങ്കിൽ ജോലി, പിന്നെ നല്ല ശമ്പളവും, നാട്ടിലെ കൃഷിയും ഉണ്ട്. എന്നെങ്കിൽ പറയുന്നവർക്ക് ദേഷ്യത്തോടെ ഞാൻ ഇത് കഴിക്കണോ വേണ്ടയോ? ചെവിക്ക് മൂട്ട പോയതുപോലെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം? ഞാൻ അകത്ത് പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ്. പിന്നെ ഹരീഷിന് മെക്കാനിക്ക് പണിയെങ്കിലും ഉണ്ട്. ഇങ്ങർക്ക് അതുപോലും ഇല്ലല്ലോ. അച്ഛൻ കൊണ്ടുവരുന്ന കാശുകൊണ്ടല്ലേ ഇപ്പോഴും ജീവിക്കുന്നത്. പിന്നെ വീട്, ഇതും സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടകയ്ക്കല്ലേ. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് ഹരീഷിനെ നന്നാക്കാൻ വായെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോവുക. അവൾ റൂമിൽ കയറി ഡോറടച്ച് ചെയറിലിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഹരീഷിന്റെ കോൾ വരുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്ത്, പറ ഹരീഷേ എന്ന് പറയേ. അല്ല, എന്താ ശബ്ദം വല്ലാണ്ടിരിക്കണേന്ന് ഹരീഷും. ഒന്നുമില്ല എന്നവൾ പറയേ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്നവൻ പറയുന്നവർക്ക് ദേഷ്യത്തോടെ നീതുവും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഫോൺ വെക്കുകയാണോ ചെയ്യുക. അത് കേട്ട് ഹരീഷും, അല്ല എന്താന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞില്ലെന്ന് വെച്ച് ഒന്നും ചോദിക്കേണ്ടതാണോ എന്നവൾ ചോദിക്കേ. ശരി, എന്താ പ്രശ്നം അത് പറയുന്ന ഹരീഷ്. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഒരു അന്വേഷണം വേണ്ട എന്നവൾ ദേഷ്യത്തോടെ പറയേ. എടി കാര്യം പറ നീതുവോ എന്ന് ഹരീഷ് പറയാൻ മനസ്സില്ല പോ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുക. ഹരീഷ് ആകെ ടെൻഷനോടെ ഇരിക്കുക.
നീതു വീണ്ടും ഫോൺ വിളിച്ച് ഞാൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചാ തിരിച്ചു വിളിക്കാനുള്ളൊരു മര്യാദയെങ്കിലും കാണിച്ചൂടെ? എടി സംസാരിക്കണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞെന്ന് ഹരീഷും. അതുകൊണ്ട് വിളിക്കണ്ടല്ലോ അല്ലേ, സുഖമായല്ലോ എന്നവൾ ചോദിക്കേ. എടി നിനക്ക് എന്താടി പ്രശ്നം? ആരുടെയോ മേലുള്ള ദേഷ്യം നീ എന്തിനാടി എന്നോട് തീർക്കണേന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. ഇതിലും മേലെ എനിക്കിവിടെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹരീഷേ. അല്ലെങ്കിലും സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ബലത്തിലാ ഞാൻ ഇവിടെ കഴിയുന്നത്. ഇപ്പൊ പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറഞ്ഞപ്പോഴേ വീണ്ടും കല്യാണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ സർവൈവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. മുമ്പ് വഴക്ക് പറച്ചിലായിരുന്നു, ഇപ്പൊ അത് അഡ്വൈസിലേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹരീഷേ. നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാ നല്ലതെന്ന് നീതു പറയുന്നുണ്ട്. എടി എവിടേക്ക് കൊണ്ടുപോവാൻ? അന്ന് പറഞ്ഞ ഹോസ്റ്റൽ റെഡിയാക്കി തരാം, അത് മതിയോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീ എന്നെ ദയവ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും, അതാ നല്ലതെന്ന് നീതുവും. എടി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണോ? ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ഹരീഷൻ ചോദിക്കുന്നു. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ കണ്ടീഷനുടെ വേഴ്സ്റ്റ് ഹരീഷ് കാണുന്നില്ലേ എന്ന് അവൾ ചോദിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് പറഞ്ഞേ. അപ്പൊ നീയാണ് പറഞ്ഞത് എന്റെ വീടല്ലേ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ കുറ്റം എന്റെ ആയില്ലേ എന്ന് നീതുവും ചോദിക്കും. എടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കേ. പിന്നെ നീ എന്താ പറഞ്ഞേ? ഞാൻ എത്ര വലിയ പ്രശ്നത്തിലാ നിൽക്കുന്നെന്ന് അറിയാമോ? അത് മനസ്സിലാക്കിയിട്ടാ നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നീതുവും ദേഷ്യത്തോടെ പറയുകയാ. ദേ നോക്ക് നീതുവോ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല എന്ന് ഹരീഷ് തീർത്തു പറയേ. നീ ഒന്ന് ഫോൺ വെച്ച് പോവാൻ നോക്ക് എന്ന് പറഞ്ഞവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് ദേഷ്യത്തോടെ ഇരിക്കുക. ടെൻഷനോടെ ഇരിക്കണ ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.